നൃത്തരംഗത്ത് വർഷങ്ങളായി സജീവ സാന്നിധ്യമാണ് ശാലു മേനോൻ. കഴിഞ്ഞ വർഷം ശാലു മേനോൻ ചെയ്ത നാഗവല്ലി എന്ന ഡാൻസ് പെർഫോമൻസ് ഏറെ ശ്രദ്ധ നേടിയതാണ്. നടൻ മോഹൻലാലായിരുന്നു ഈ പെർഫോമൻസിന്റെ ഇൻട്രോയ്ക്ക് ശബ്ദം നൽകിയത്. ഇതേക്കുറിച്ച് ശാലു മേനോൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. സീരിയൽ ടുഡേ നൽകിയ അഭിമുഖത്തിലാണ് ശാലു മേനോൻ മനസ്സ് തുറന്നത്. കഴിഞ്ഞ വർഷം ഞാൻ ഡാൻസിൽ നാഗവല്ലി എന്ന പ്രൊഡക്ഷൻ ചെയ്തു. മണിച്ചിത്താഴിന്റെ ഒറിജിനൽ കഥയെടുത്ത് ചെയ്തതാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ തുടക്കമെങ്കിലും ലാലേട്ടൻ്റെ വീഡിയോ ആണെങ്കിലും വേണമെന്ന് തോന്നി. ചോദിച്ചു നോക്കാമെന്ന് ചേട്ടൻ പറഞ്ഞു. അങ്ങനെ അപ്പോയിൻമെൻ്റ് എടുത്ത് നേരെ കൊച്ചിയിൽ പോയി. സ്ക്രിപ്റ്റുമായാണ് ചെല്ലുന്നത്. വിറച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇരിക്കാൻ പറഞ്ഞു. പണ്ട് സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ അതേ സ്നേഹം. എന്തുണ്ട് സുഖമാണോ? എത്ര വർഷമായി അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു. തൊട്ടടുത്ത് ഇരുത്തി. എന്താണ് വന്നതെന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെയൊരു സംഭവം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് കൊടുത്തു. സിനിമയിലേതുപോലെ എത്ര ഡാൻസേഴ്സ് ഉണ്ട് എന്നെല്ലാം വിശദമായി ചോദിച്ചു. മ്യൂസിക് ശരത്തേട്ടനെ കൊണ്ട് ചെയ്യിച്ചാലോ എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ശരത്തേട്ടൻ സമ്മതിച്ചു. ശരത്താണ് ചെയ്യുന്നതെന്ന് ലാലേട്ടൻ ചോദിച്ചു. സ്ക്രിപ്റ്റിന്റെ തുടക്കത്തിൽ നരേഷിന്റെ ശബ്ദം കൊടുക്കാമോ എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം സമ്മതിച്ചു. വിസ്മയിലേക്ക് വരാൻ ചോദിച്ചു. ഞങ്ങളിവിടെ പറഞ്ഞ തീയതിക്ക് ചെന്നു. അദ്ദേഹം മാതൃഭൂമിയുടെ ആർട്ട് ഡബ് ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു. കുറഞ്ഞത് 4 തവണയെങ്കിലും അദ്ദേഹം ഇറങ്ങി വന്നു. ഇപ്പോൾ കഴിയും എന്ന് പറയാൻ. എന്നെപ്പോലൊരു ചെറിയ കലാകാരിയോട് അദ്ദേഹം ഈ പറയുന്നത്. എല്ലാവരും കണ്ടു പഠിക്കേണ്ട മനുഷ്യനാണ് അദ്ദേഹം. 2 പേജ് മുഴുവൻ അദ്ദേഹം ഡബ് ചെയ്തു തന്നു. പ്രോഗ്രാം തുടങ്ങിയപ്പോൾ ഞാൻ ലാലേട്ടൻ്റെ ശബ്ദം. വലിയ കയ്യടിയായിരുന്നു എന്ന് ശാലിമേനോൻ ഓർത്തു. താൻ ഇപ്പോഴും നേരിടുന്ന അവഗണനയെക്കുറിച്ചും ശാലിമേനോൻ സംസാരിച്ചു. സ്വന്തം നാട്ടിലെ പ്രോഗ്രാമിൽ നിന്ന് പോലും എന്നെ മാറ്റി നിർത്തുന്നു. അത് ഭയങ്കര വിഷമം തോന്നി. സ്വന്തം നാട്ടിലെ പല വലിയ പരിപാടികൾ നടത്തിയ ബാക്കി എല്ലാവരും ഉണ്ടാകും. എന്നെ വിളിക്കില്ല. എന്തിനാണ് ഒഴിവാക്കുന്നതെന്ന് അറിയില്ലെന്ന് ശാലിമേനോൻ പറഞ്ഞു.